ഹായ്, എല്ലാവർക്കും സിക്സ്ത് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന് മുമ്പുള്ള പാർട്സ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വന്നു. എന്നാലല്ലേ നിങ്ങൾക്ക് ഫുൾ സ്റ്റോറി മനസ്സിലാവുള്ളൂ. ആൻഡ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കേ. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റോറിയിലേക്ക് പോകാം, അല്ല ബാക്കി ഇൻസിഡൻസിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് ഞങ്ങൾ ട്രിപ്പ് പോയി തിരിച്ചു വന്നത് വരെയാണ്. അതൊരു ചെറിയ ട്രിപ്പായിരുന്നു. കസിൻസും ഞങ്ങളും മാത്രമുള്ള ഒരു ചെറിയ ട്രിപ്പ്. രാവിലെ തുടങ്ങി രാത്രി തിരിച്ചെത്തുന്ന രീതിയിൽ അത്രയേ ഉള്ളൂ. ആ ഒരു സമയത്ത് അതൊരു കുറച്ച് ടൈം ആണെങ്കിൽ പോലും ആ ഒരു സമയം ഫുള്ള് ഞങ്ങൾ വീട്ടിലുള്ള സിറ്റുവേഷൻസ് മറന്നു. അല്ല, ഓർത്ത് വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങൾ തിരിച്ചെത്തുമ്പോൾ അവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ വഴിയില്ല. ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് കൊണ്ട് എന്ത് മാറ്റം സംഭവിക്കാനാണ്? അപ്പോൾ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നൊരു സമാധാനം, തിരിച്ചെത്തുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കസിൻസ് എല്ലാവരും തിരിച്ചു പോകും. കസിൻസിന് ഇഷ്ടമല്ലാച്ചിട്ടല്ല, അവിടുത്തെ സിറ്റുവേഷൻ ഇപ്പോൾ അതാണ്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലോ ഒരു ദിവസം നിന്നാലോ വേണ്ട, കുറച്ച് മണിക്കൂറുകൾ നിന്നാൽ പോലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ തൊട്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണവും തലവേദനയും ഭയങ്കര ചൂടുമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ കരുതിയത് ട്രിപ്പിൻ്റെ ഹാങ് ഓവറാണെന്ന്. പക്ഷേ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഹാങ് ഓവറല്ല, വേറെ എന്തോ ആണ്. അതുമാത്രമല്ല, നമ്മുടെ കച്ചിയുടെ സൗണ്ടില്ലേ, അതിങ്ങനെ കൂടിക്കൂടി വന്നു. അതിപ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് കേൾക്കാം. വീട്ടിൽ ആരെങ്കിലും വന്നാലോ നിന്നാലോ ഒക്കെ ഇത് ഡയറക്റ്റ് കേൾക്കാം. മുമ്പ് ഒരു 3-4 തവണയാണ് വീണിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഇടവിട്ട് എന്തായാലും ഇത് വീഴുന്നുണ്ട്. താഴത്തെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ മേളിൽ വീഴുന്ന പോലെയും മേളിൽ നിന്നാൽ താഴെ വീഴുന്ന പോലെയാണ് ഞങ്ങൾക്കിത് കേൾക്കാൻ പറ്റുന്നത്. അങ്ങനെ അതൊരു സൈഡിൽ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വേറൊരു സൈഡിൽ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഞാനൊരു ഫാമിലി ഫങ്ഷന് പോയിരുന്നു. അപ്പോഴാണ് എൻ്റെ കസിൻസ് ഞാൻ മറന്നുപോയ ചില കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചത്. അതായത് അവർ കൂടി എക്സ്പീരിയൻസ് ചെയ്ത, എൻ്റെ വീട്ടിൽ വന്ന് നിന്നപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങൾ. അതിലൊന്ന് ഞാനിവിടെ പറയാം. ആക്ച്വലി ഇത് ആദ്യമേ പറയേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊരു പട്ടിയുണ്ട്. അതൊരു ചെറിയ ഫാമിലിയാണ്. ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും. ആ കുട്ടി പൊന്നുപോലെ വളർത്തുന്നൊരു പട്ടി, ഒരു നാടൻ പട്ടി. നല്ല അനുസരണയുള്ള, സ്ട്രേഞ്ചേഴ്സിനെ കണ്ട കുരച്ച് വീട്ടുകാരെ അറിയിക്കുന്ന ഒരു അടിപൊളി പട്ടി. അത്യാവശ്യം നല്ല പ്രായമുണ്ട് ആൾക്ക്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ക്ഷീണമൊന്നുമില്ല. ആൾ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഈ കുടുംബത്തിലുള്ളവരല്ലാതെ ആര് പുറത്തുനിന്ന് വന്നാലും ഇത് കുരച്ച് വീട്ടുകാരെ അറിയിക്കും. അതുകൊണ്ട് ചെല്ലുന്ന ആർക്കും കോളിംബെല്ലടിക്കണ്ട. പക്ഷേ ഞങ്ങൾ ട്രിപ്പ് പോയി തിരിച്ചെത്തിയപ്പോൾ തൊട്ട് ഇത് വല്ലാണ്ട് കുരക്കുന്നുണ്ട്, ഓളയിടുന്നുണ്ട്. അത് കണ്ട് പലപ്പോഴും ഈ ഫാമിലിയിലുള്ള ആൾക്കാർ പുറത്തിറങ്ങി നോക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. പുറത്തിറങ്ങി നോക്കുമ്പോൾ പുറത്താരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ഇവർ തിരിച്ചു പോകുന്നതും എൻ്റെ വീട്ടിൽ നിന്ന് കറക്റ്റ് കാണാം. ഈ കുര തുടങ്ങിയത് ഇന്നോ ഇന്നലെയല്ല. ഞങ്ങളുടെ വീട്ടിൽ എന്ന് ഈ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തോ അന്ന് ഈ കുരയും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് നോട്ടീസ് ചെയ്തത് കുറച്ച് ലേറ്റായിട്ടാണെന്ന് മാത്രം. ഈ പട്ടി കുരക്കുന്നത് രാത്രി കൂടി വന്നു. അതെല്ലാവർക്കും ഒരു ഡിസ്റ്റർബൻസായി. പല ദിവസവും രാത്രിയും അവിടുത്തെ അങ്കിൾ പുറത്തിറങ്ങി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ അങ്കിൾക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഈ പട്ടി കുരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് കാണാം. ഒരാൾ നടന്ന് പോകുന്ന സൈഡിലേക്കാണ് ഈ പട്ടി നോക്കുന്നത്. പക്ഷേ അവിടെയെങ്ങും അങ്ങനെ ഒരാളില്ല. ചില രാത്രികളിൽ ഇതിൻ്റെ കുരയും ഓളയിടലും ഭയങ്കര സ്കെയറി ആയിരുന്നു. അത് കേട്ട് പലപ്പോഴും ഞങ്ങൾ നെട്ടി എഴുന്നേക്കാറുണ്ട്. ചില സിനിമയിലൊക്കെ നമ്മൾ കാണില്ലേ, ഒരു ഹൊറർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കുറുക്കന്മാരും ഒക്കെ ഓളയിടുന്നതും കുരയ്ക്കുന്നതും ഒക്കെ അങ്ങനെ ഒരു
അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും അതിനേക്കാളും ഭീകരമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ ആ സമയത്ത്. പോട്ടെ, നമുക്ക് പട്ടിയുടെ കാര്യം വിടാം. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഇരിക്കുക, അതായത് ആൻറ്റി ഇപ്പോഴും ഞങ്ങളുടെ കൂടെയാണ് കിടക്കുന്നത്. അങ്കിളിപ്പോൾ അവിടെ ഇല്ലല്ലോ, അപ്പോൾ ഞങ്ങളുടെ കൂടെ മേളിൽ വന്ന് കിടക്കും. നേരത്തെ 7 മണിക്കോ 6:30ക്കൊക്കെ ജോലി നിർത്തി മേളിൽ പോയിക്കൊണ്ടിരുന്ന ആൻറ്റി ഇപ്പോൾ കുറച്ച് ലേറ്റായി. കാരണം ഞങ്ങൾക്കിപ്പോൾ പലതും സാധാരണമായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 8:30-9 മണിക്കൊക്കെയാണ് ഞങ്ങളിപ്പോൾ താഴത്തുനിന്ന് മേളിലേക്ക് പോവാറ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. ഞങ്ങളല്ല, ആൻറ്റി പണിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ പണ്ടൊരു പാട്ട് കേൾക്കുന്ന MP3 പ്ലെയർ ഉണ്ടായിരുന്നു, ചെറുത്, ഹെഡ്സെറ്റൊക്കെ കുത്തിയിട്ട് പാട്ട് കേൾക്കുന്നത്. അതൊരെണ്ണം ഉണ്ട് ആൻറ്റിക്ക്. അപ്പോൾ ആൻറ്റി അത് കുത്തി പാട്ട് കേട്ടുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്ത് മേളിൽ എൻ്റെ അമ്മാമ്മയൊക്കെ സീരിയൽ കാണും. എനിക്കും ആൻറ്റിക്കും അതത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ താഴെ ഇരുന്ന് കുറച്ച് സംസാരിച്ച് TV ഒക്കെ കണ്ട് പാട്ടൊക്കെ കേട്ടിട്ടാണ് മേളിലേക്ക് പോവാറ്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അന്ന് എനിക്കൊരു ഫോണുണ്ട്. ഞാനപ്പോൾ ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ആൻറ്റിക്കും ഒരു ഫോണുണ്ട്. അതൊരു ബ്ലാക്ക്ബെറിയുടെ മറ്റേ കീപാഡ് ഫോണിലെ കുറേ കുഞ്ഞു കുഞ്ഞു സ്വിച്ചസ് ഉള്ള അതായിരുന്നു. അത് അനിയൻ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. TV ഓണാണ്, പക്ഷെ TVയിലേക്ക് ആരും നോക്കുന്നില്ല. ആൻറ്റി ഇരിക്കുന്നത് ഒരു ജനലിൻ്റെ സൈഡിലാണ്. ഞാനും ആൻറ്റിയും ഫേസ് ടു ഫേസ് ആണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ ഇടയിൽ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. എനിക്ക് ആൻറ്റിയെ കറക്റ്റായിട്ട് കാണാം. ആൻറ്റിയുടെ തൊട്ട് പിന്നിൽ, അതായത് ഈ ഒരു വാളിൻ്റെ ഡിസ്റ്റൻസിലാണ് ആ ഒരു വിൻഡോ ഉള്ളത്. ആൻറ്റി അവിടെ കാഷ്വലായിട്ടിരിക്കുന്നു, ഞാനും അവിടെ ഇരിക്കുന്നു. അനിയൻ ഈ ഒരു സൈഡിലിരിക്കുന്നു, ഞാനും ആൻറ്റി ഇങ്ങനെയായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ ഫോണിൽ നിന്ന് പെട്ടെന്ന് ആൻറ്റിയെ നോക്കിയപ്പോൾ ആൻറ്റിയുടെ ബാക്ക് സൈഡിൽ, അതായത് വിൻഡോയുടെ പുറത്ത് ഒരാൾ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്തു. ഞാൻ ഒന്നുകൂടെ നോക്കി. എനിക്ക് തോന്നുന്നതാണോ? അല്ല, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് രാത്രി കണ്ട ആ ഒരു രൂപം. അതിൻ്റെ കണ്ണുകൾ എനിക്ക് കറക്റ്റായിട്ട് കാണാം. അതിപ്പോൾ നോക്കുന്നത് ആൻറ്റിയെയാണ്. ഒന്നും ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല. അതിങ്ങനെ നോക്കി നിൽക്കുന്നു. പതിവ് പോലെ എൻ്റെ കിളി പോയി. ഞാനവിടെ സ്റ്റക്കായിട്ടിരുന്നു. എനിക്ക് ആൻറ്റിയോടത് പറയണം, പക്ഷേ ഞാൻ ഫുൾ ഫ്രീസായി. ഈ ഒരു ടൈമിൽ ആൻറ്റി എന്തോ പന്തികേട് തോന്നി എന്നെ നോക്കി. ഞാനപ്പോൾ ഫുൾ ഫ്രീസായിട്ടിരിക്കുകയാണ്. ഞാൻ നോക്കുന്നത് ആൻറ്റിയുടെ പുറകിലേക്കാണെന്ന് മനസ്സിലാക്കിയ ആൻറ്റി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. ആൻറ്റി തിരിഞ്ഞു നോക്കിയതും ആ രൂപം ചിരിച്ചതും ഒരുമിച്ചായിരുന്നു. ചിരിക്കുമ്പോൾ സൗണ്ടൊന്നുമില്ല, പക്ഷേ അതിൻ്റെ പല്ലുകൾ ഞങ്ങൾക്ക് കറക്റ്റായി കാണാം. ഇത് കണ്ടതും ഞാനും ആൻറ്റിയും അലറിക്കൊണ്ട് പുറത്തേക്ക് ഓടിയതും ഒരുമിച്ചായിരുന്നു. ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ അനിയനെ വിളിക്കാനോ അവനെ ശ്രദ്ധിക്കാനോ ഒന്നും ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ പുറത്തേക്കാണ് ഓടിയത്, അതായത് റോട്ടിലേക്ക്. ഞങ്ങളുടെ വഴിയുടെ അറ്റത്തെത്തി അവിടെ നിന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങളുടെ അലറിക്കൊണ്ടുള്ള ഓട്ടത്തിൻ്റെ പുറകിൽ അനിയനും ഉണ്ട്. അവനെന്താണ് കാര്യമെന്നൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ ആശാൻ ഞങ്ങളുടെ പുറകെ ഓടിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 3 പേരും നിൽക്കുന്നത് ഒരു പബ്ലിക് റോഡിലാണ്. സമയം ഒരു 8:30 കഴിഞ്ഞ് കാണും. എത്ര നേരം ഞങ്ങൾ ആ റോട്ടിൽ നിൽക്കും? ഞങ്ങൾക്ക് എന്തായാലും തിരിച്ചു പോകണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അല്ലാതെ ഇപ്പോൾ റോട്ടിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. തിരിച്ചു പോയി അവിടെയെല്ലാം നോക്കണം. ഞങ്ങൾ കണ്ടത് വെറും തോന്നലാണ് എന്ന് ഞങ്ങളെ തന്നെ വിശ്വസിപ്പിക്കണം. അങ്ങനെ ഫുള്ള് ധൈര്യം സംഭരിച്ച് ഞങ്ങൾ തിരിച്ചു നടന്നു. വീട്ടിലെത്തി പുറത്തു നിന്ന് അനിയനെ മുകളിലേക്ക് കയറ്റി വിട്ടു. ആക്ച്വലി അവനോടൊന്നും പറഞ്ഞിട്ടില്ല. അവന് ഞങ്ങളുടെ ഓട്ടോ ഒച്ചപ്പാടമൊക്കെ കണ്ടപ്പോൾ എന്തോ കളിയാണെന്നോ അങ്ങനെ എന്തോ അവൻ വിചാരിച്ച് കാണണം. അങ്ങനെ അവൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഞങ്ങളൊരു ടോർച്ചെടുത്ത് ഞങ്ങളത് കണ്ട സ്ഥലത്തേക്ക്, അതായത് പുറത്തു കൂടി സൈഡിൽ പോയി നോക്കി. ആ വീടിൻ്റെ മതിലും
ആ വീടും തമ്മിൽ ഒരു 2 അടിയുടെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ ഒരാൾക്ക് പെട്ടെന്ന് വരാനോ പെട്ടെന്ന് പോകാനോ പറ്റില്ല. പിന്നെ ഒരാൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ആ നിന്നെടുത്ത് താഴെ അതിന് എന്തെങ്കിലും അടയാളം ഉണ്ടാവും. കാരണം അവിടെ ഒരു മണൽ പോലെയുള്ള എന്തോ ഒന്നാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അത് ഞങ്ങളുടെ തോന്നലല്ല, ഞങ്ങളവിടെ കണ്ടത് മനുഷ്യനെയും അല്ല. ഞങ്ങൾ തിരിച്ച് എങ്ങനെയൊക്കെയോ ആ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് മേളിലേക്ക് കയറി. മേളിൽ ചെന്ന് എൻ്റെ അമ്മയോട് അമ്മാമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരത് കേട്ട് ഇനി സന്ധ്യക്ക് അവിടെ നിൽക്കണ്ട, സന്ധ്യ ആവുന്നതിന് മുമ്പ് തിരിച്ച് മേളിലേക്ക് തന്നെ പോരട്ടും എന്ന് ഉപദേശിച്ചു വിട്ടു. ഉപദേശമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കണ്ട കാഴ്ച അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? അന്ന് ഞങ്ങൾ എങ്ങനെ ഉറങ്ങും? എങ്ങനെയൊക്കെയോ ആ ദിവസം തള്ളി നീക്കി. മതിലെ പ്രാർത്ഥനകളുടെ എണ്ണം കൂടിക്കൂടി വന്നു. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആരാണ്? ഇനിയിപ്പം മൂവികളിലൊക്കെ കാണുന്നത് പോലെ ഇതെന്തെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണോ? അല്ല, നമ്മൾക്കിതൊക്കെ മൂവികളിൽ കണ്ടുള്ള പരിചയമല്ലേ ഉള്ളൂ. മൂവികളിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ നമുക്കിതിൽ റിയൽ ലൈഫിൽ വന്നപ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. ഇതാരായിരിക്കും? നമ്മുടെ മറ്റേ തോമസ് ഏട്ടൻ തന്നെ ആണോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും? ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഈ സംഭവിക്കുന്നത്? ഇത് ഞങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ട്. അവരും ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര വലിയ ഒന്നും ഞങ്ങൾക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം